നമസ്കാരം. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും രക്തപങ്കിലമായ യുദ്ധങ്ങളിലൊന്നാണ് ഗാസയിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം. അനവധി ജീവൻ നഷ്ടപ്പെട്ടതും വീടുകൾ നിലംപൊത്തിയതും ഭൂമി രക്തത്തിൽ ചാലിച്ച 2 വർഷങ്ങൾക്ക് ശേഷം ഇന്നിതാ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് ഒരു പ്രതീക്ഷയിലേക്കാണ്. സമാധാനത്തിന്റെ ആദ്യ പ്രഭാതത്തിലേക്കുള്ള ഒരു കാഴ്ചയായി പശ്ചിമേഷ്യയുടെ മണ്ണിൽ വീണ്ടും ശാന്തത പുനഃസ്ഥാപിക്കുമോ എന്ന ചോദ്യത്തിനിടയിലാണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും. ഹമാസിനുമേൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുവാനുള്ള ശക്തമായ അന്തർദേശീയ സമ്മർദ്ദം ഉയരുകയാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ഇനങ്ങളുള്ള സമാധാന രേഖയാണ് ഇപ്പോൾ ചർച്ചകളുടെ കേന്ദ്രബിന്ദു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുവാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടുമില്ല. സമാധാന പദ്ധതി കാലതാമസം കൂടാതെ അംഗീകരിക്കണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കരാർ അംഗീകരിക്കാൻ ട്രംപ് ഹമാസിന് നൽകിയ സമയപരിധി അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് 6-ന്, അതായത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 3:30-ന് അവസാനിക്കാനിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 3:30-ന് അവസാനിച്ചിരിക്കുകയാണ്. കരാറിൽ തീരുമാനം വൈകിക്കുന്നത് പൊറുക്കാനാകില്ലെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുന്നതിനുള്ള അതിർത്തി രേഖ ഇസ്രയേൽ അംഗീകരിച്ചതായും ഇനി പന്ത് ഹമാസിന്റെ കോർട്ടിലാണെന്നും ട്രംപ് പറഞ്ഞു. അവർ അംഗീകരിച്ചാൽ ഉടൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും വ്യക്തമാക്കി. ഇതിനിടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള അനൌദ്യോഗിക വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ കെയറിൽ നടക്കും. 67,704 ഫലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായി. 70% സ്ത്രീകളും കുട്ടികളുമാണ്. 1.62 ലക്ഷം പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 1195 പേർ യുദ്ധത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടു. ഗാസയിലെ 92% വീടുകളും 72% കെട്ടിടങ്ങളും തകർന്നു. 67 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള തീരദേശ മേഖലയായ അൽമവാസി മാത്രമാണ് വാസയോഗ്യമായ മേഖല. യുദ്ധം തുടങ്ങിയ ശേഷം ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ ഇസ്രയേലിലെ പ്രധാന സഖ്യകക്ഷികൾ ഫലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ചു. ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ദികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത്. എളുപ്പമോ കഠിനമോ ആകട്ടെ, ഏതു മാർഗം ഉപയോഗിച്ചും ഹമാസിന്റെ നിരായുധീകരണം നടപ്പാക്കാനാകും. ഗാസയെ സൈനിക മുക്തമാക്കുമെന്നും നെതന്യാഹു പറയുന്നു. ഹമാസിന്റെ പക്കൽ ശേഷിക്കുന്ന ബന്ദികളെ വരും ദിവസങ്ങളിൽ മോചിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവയ്ക്കുന്നത്. ട്രംപിന്റെ സമാധാന പദ്ധതി ഭാഗികമായി അംഗീകരിച്ച് ഹമാസ് പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് ഈ പ്രതികരണം. നയതന്ത്രമോ സൈനികമോ ആയ മാർഗങ്ങളിലൂടെ ബന്ദികളെ മടക്കിക്കൊണ്ടുവരാനാകുമെന്നും ഏത് മാർഗം ഉപയോഗിച്ചും ഹമാസിന്റെ നിരായുധീകരണമെന്ന യുദ്ധലക്ഷ്യം നടപ്പാക്കുമെന്നുമാണ് നെതന്യാഹു പറയുന്നത്. ഹമാസിന്റെ നിരായുധീകരണം ട്രംപിന്റെ പദ്ധതി പിന്തുടർന്നോ അതല്ലെങ്കിൽ സൈനികമായി നടപ്പാക്കുമെന്നും വ്യക്തമാക്കി. ഇതിനിടെ തന്റെ നിർദ്ദേശപ്രകാരം ഗാസയിൽ ബോംബിടുന്നത് ഇസ്രയേൽ താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന് പറഞ്ഞ് അവരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. ബോംബ് ആക്രമണം ഇസ്രയേൽ നിർത്തിയതായി ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും ശനിയാഴ്ച മാത്രം മേഖലയിൽ 70 പേർ മരിച്ചുവെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചത്. ഗാസയിൽ നിന്നുള്ള പ്രാരംഭ സൈനിക പിന്മാറ്റത്തിനുള്ള അതിർത്തി രേഖ ഇസ്രയേൽ അംഗീകരിച്ചുവെന്നും അത് ഹമാസ് അംഗീകരിച്ചാൽ ഉടൻ ബന്ദികളെയും ഫലസ്തീൻ തടവുകാരെയും കൈമാറ്റം സാധ്യമാകുമെന്നും ട്രംപ് പറയുന്നു. അത് സംഭവിച്ചാൽ അടുത്ത ഘട്ട സൈനിക പിന്മാറ്റത്തിനുള്ള വഴി ഞങ്ങൾ ഒരുക്കും. അത് 3000 വർഷമായി നിലനിൽക്കുന്ന ദുരന്തത്തിന് അറുതി കൊണ്ടുവരുമെന്നും ട്രംപ് പറയുന്നു. ഹമാസ് വേഗത്തിൽ നടപടികൾ കൈക്കൊള്ളണം. കാലതാമസവും ഗാസ വീണ്ടും സുരക്ഷാ ഭീഷണികളിലാക്കുന്ന ഒരു സാഹചര്യവും താൻ അനുവദിക്കില്ല. നമുക്ക് കരാർ വേഗം നടപ്പാക്കാം, എല്ലാവരെയും നീതിപൂർവ്വം പരിഗണിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചതാണ്. അതിലെ വ്യവസ്ഥ പ്രകാരം ബന്ദികളെ കൈമാറുമെന്നും ഗാസയുടെ ഭരണത്തു നിന്ന് പിന്മാറണമെന്നുമാണ് സമ്മതിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിലായാൽ ഗാസയിൽ ശേഷിക്കുന്ന 48 ബന്ദികളിൽ ജീവനോടെയുള്ള 20 പേരെയും മറ്റുള്ളവരുടെ മൃതദേഹങ്ങളും ഹമാസ് 3 ദിവസത്തിനകം വിട്ടു നൽകണം. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത്. അതിൽ മറ്റുള്ളവരെ 2023 നവംബറിലും 2024 ജനുവരിയിലും നിലവിൽ വന്ന വെടിനിർത്തൽ ഇടവേളക്കിടെ മോചിപ്പിച്ചിരുന്നു. ഇതിനിടെ ഇസ്രയേലിലെ സമുദ്ര ഉപരോധം ലംഘിച്ച് ഗാസയിലേക്ക് സഹായം എത്തിക്കുവാനുള്ള ശ്രമത്തിനിടെ അറസ്റ്റിലായ സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗും സംഘവും ഇസ്രയേൽ കസ്റ്റഡിയിൽ പീഡനം നേരിട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ചയാണ് ഗ്രേറ്റ ഉൾപ്പെടെ 137 അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെ ഇസ്രയേൽ തുർക്കിയിലേക്ക് നാടുകടത്തിയത്. ഇസ്രയേൽ സൈന്യം തങ്ങളെ കൈവിലങ്ങ് അണിയിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും വെള്ളവും മരുന്നും നിഷേധിച്ച് ജയിലിൽ അടച്ചുവെന്നും തുർക്കിയിലെത്തിയ പ്രവർത്തകർ പറഞ്ഞു. ഗ്രേറ്റ തുൻബെയെ തള്ളി മാറ്റും, ഇസ്രയേലി പതാക എന്നിവ നിർബന്ധിച്ചതായും നിലത്തുകൂടി വലിച്ചിഴയ്ക്കുകയും ചെയ്തതായും റിപ്പോർട്ടിലുണ്ട്. മൃഗത്തെ പോലെയാണ് തങ്ങളോട് പെരുമാറിയതെന്ന് മലേഷ്യൻ ഗായികയായ ഹസ്വാനി ഹെൽമി പറഞ്ഞു. തലതാഴ്ത്തി മുട്ടുകുത്തി നിർത്തിയെന്നും
അനങ്ങിയാൽ അവർ അടിക്കുമായിരുന്നുവെന്നുമാണ് അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുവെന്നും മറ്റു ചിലർ പറഞ്ഞു. ഇസ്രയേൽ ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായമെത്തിക്കുവാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയായ ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില ദൌത്യത്തിന്റെ ഭാഗമായ കപ്പലുകളെ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ചാണ് ഇസ്രയേൽ സൈന്യം തടഞ്ഞത്. പ്രവർത്തകരെ 2 ദിവസം കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് തുർക്കിയിലേക്ക് അയച്ചത്.